വ്യഭിചാരം എന്ന തിന്മ സംഭവിച്ചു പോയാൽ അത്തരം ആളുകൾക്ക് തൗബയില്ലേ? അവർ ശിക്ഷിക്കപ്പെടുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുമോ? കുടുംബമായി ജീവിക്കുമ്പോൾ ഭർത്താവിനോ ഭാര്യക്കോ അതേപോലെയുള്ള വല്ല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് നൽകേണ്ടതുണ്ടോ? അതല്ല അവരെ പിരിച്ചയക്കുകയാണോ വേണ്ടത്? ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു വിശദീകരണം നൽകിയാൽ നന്നായിരുന്നു എന്ന് ധാരാളം ആളുകൾ ആവശ്യപ്പെടുകയുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വിഷയം നാം ഇന്ന് ഇൻഷാ അല്ലാഹ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, വ്യഭിചാരം എന്ന തിന്മ സംഭവിച്ചു പോയാൽ അവർക്ക് പശ്ചാത്താപമുണ്ടോ, തൗബയുണ്ടോ എന്ന കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ ഗഫൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാകുന്നു. എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ കാരുണ്യവാനാണ്. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ. നിന്റെ രക്ഷിതാവ് കാരുണ്യമുള്ളവനും പാപങ്ങൾ പൊറുക്കുന്നവനുമാകുന്നു. അപ്പോൾ അങ്ങേയറ്റത്തെ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ അടിമകൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുവാൻ തയ്യാറുള്ളവനാണ്. ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ റബ്ബ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ ആരാധ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഖുൽ, നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ദേഹത്തോട് ധാരാളമായി തിന്മകൾ പ്രവർത്തിച്ച എൻ്റെ അടിമകളെ. അവരോടാണ് പറയേണ്ടത്. ആരോടാണ്? തെറ്റുകളൊന്നും ചെയ്യാത്തവരോടല്ല, തെറ്റ് ചെയ്തവരോടുമല്ല. പിന്നെയോ ധാരാളം തെറ്റ് ചെയ്ത ആളുകൾ, അതിര് കവിഞ്ഞ് തെറ്റ് ചെയ്ത ആളുകൾ. അവർ നന്നാവാൻ തയ്യാറാണെങ്കിൽ, അവർ തൗബ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ശരിക്കും ശ്രദ്ധിക്കുക, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാകുന്നു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമു ലഹു. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ രക്ഷിതാവിലേക്ക് ഖേദിച്ചു മടങ്ങണം, തൗബ ചെയ്തു മടങ്ങണം. വ അസ്ലിമു ലഹു, അവനെ അനുസരിച്ചുകൊണ്ട് കീഴൊതുങ്ങി നല്ലവരായി നിങ്ങൾ ജീവിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും മുസ്ലിമീങ്ങളായിക്കൊണ്ട് നല്ലവരായി നിങ്ങൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകുമെന്നും ആ വിഷയത്തിൽ ഒരു നിലക്കും നിരാശ പാടില്ല എന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു നല്ല മനുഷ്യൻ, ആബിദായ ഒരു മനുഷ്യൻ, എപ്പോഴും തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ തിന്മയുടെ ആധിക്യം കണ്ട് ഒരിക്കൽ ആ വ്യക്തിയോട് പറഞ്ഞു, അള്ളാഹുവാണേ, നിനക്ക് അള്ളാഹു പുറത്തു തരികയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ നല്ല മനുഷ്യന് നരകത്തിൽ പോകേണ്ടി വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. എന്താണ് ആ വ്യക്തി നരകത്തിൽ പോകാനുള്ള കാരണം? അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് ആണയിട്ട് പറഞ്ഞതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശേഷിപ്പിക്കുന്നത് അവൻ എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നവനാണ്. തൗബ ചെയ്യുന്നവർക്കെല്ലാം അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. എന്നിരിക്കെ അള്ളാഹു ഇന്ന പാപങ്ങൾ പുറത്തു തരികയില്ല, നിനക്കല്ലാഹു ഒരിക്കലും പുറത്തു തരികയില്ല, നിന്റെ തൗബ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്ന് ഒരാളും മറ്റൊരാളോട് പറയരുത്. അത് തന്നെ ഏറ്റവും വലിയ കുറ്റമാണ്, നരകശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന കുറ്റമാണ്. അപ്പോൾ അള്ളാഹു പാപങ്ങൾ പൊറുക്കുകയില്ല എന്ന് പറയുന്നത് പോലും അത്രയും വലിയ കുറ്റമാണെങ്കിൽ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം, ആ കാരുണ്യത്തിൻ്റെ ഒരു വിശാലത. അതുകൊണ്ടാണ് പറയുന്നത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ഒരാളും നിരാശപ്പെടാൻ പാടില്ല.
എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. മറ്റുള്ളവരെ ആ നിലക്ക് നിരാശപ്പെടുത്താനും പാടില്ല. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടുത്താൻ പാടില്ല. സൂറത്തു ആലു ഇമ്രാനിലെ 135 ആയത്ത് നോക്കൂ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ, ആരെങ്കിലും ഒരു ഫാഹിഷത്ത്, ഒരു നീചവൃത്തി ചെയ്തു പോയാൽ, ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികമായി ബന്ധപ്പെട്ട തിന്മകൾക്കാണ് അധികവും അത് ഉപയോഗിക്കുന്നത്. ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ ഒരു അതിക്രമം, ഒരു തെറ്റ് ചെയ്താൽ, ദക്കറുല്ലാഹ്, യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹുവിനെ ഓർക്കും, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങൾക്ക് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം നോക്കൂ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പാപം പുറത്തു തരാൻ ആരാണുള്ളത്? അള്ളാഹു അല്ലാതെ വേറെ ആരാണ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനുള്ളത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമുൻ, അറിഞ്ഞുകൊണ്ട് പിന്നീട് അവർ ആ തെറ്റിൽ ഉറച്ചു നിൽക്കരുത് എന്ന് മാത്രം. തൗബ ചെയ്യാൻ തയ്യാറില്ലാതെ ആ തിന്മയിൽ നിന്ന് മടങ്ങാൻ തയ്യാറില്ലെങ്കിൽ അത്തരം ആളുകൾക്ക് നാശമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വൈലുൽ ലിൽ മുസിരീൻ, ചെയ്ത തെറ്റുകളിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കുന്നവർക്ക് നാശം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഉറച്ചു നിൽക്കാതെ മനുഷ്യനാണ്, അബദ്ധങ്ങൾ പറ്റും, തെറ്റുകൾ പറ്റും, ഖേദിക്കുകയും പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം എന്നാണ്. അവർക്കുള്ള പ്രതിഫലം അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും വജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളും അവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ അല്ലാഹു സ്വീകരിക്കും, അവർ തിന്മകളിൽ ഉറച്ചു നിൽക്കാത്ത കാലത്തോളം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സൂറത്തു തൗബയിലെ 104 ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നത്, അലം യഅലമു, മനുഷ്യർ അറിഞ്ഞിട്ടില്ലേ, അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ നിന്നും തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്, അത് അല്ലാഹുവിൻ്റെ സിഫത്താണ്. അതുകൊണ്ട് വ്യഭിചാരമാകട്ടെ, അതിൻ്റെ മേലെയുള്ള തിന്മയായ കൊലപാതകമാകട്ടെ, അതിൻ്റെ മേലെയുള്ള തിന്മയായ ശിർക്കാവട്ടെ, തൗബ ചെയ്യുന്ന ആളുകൾക്ക് അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. സൂറത്തു ശൂറയിലെ 25 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദി, അല്ലാഹു അവൻ്റെ അടിമകളിൽ നിന്ന് അവരുടെ തൗബ സ്വീകരിക്കുന്നവനാണ്. വയഅഫു അനിസ് സയ്യിആത്ത്, അവരുടെ എല്ലാ തിന്മകൾക്കും മാപ്പ് നൽകുന്നവനുമാകുന്നു. അപ്പോൾ തിന്മകൾക്ക് മാപ്പ് നൽകുന്നവനും തൗബ സ്വീകരിക്കുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തു നിസായിലെ 110 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹ്, ആരെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്തു അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്തു, സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, എന്നിട്ട് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പാപങ്ങൾ പൊറുക്കുന്നവനായും കാരുണ്യമുള്ളവനായും കണ്ടെത്തുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ഒരാൾ തൗബ ചെയ്താൽ അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും, അല്ലാഹു അവരോട് കരുണ കാണിക്കും. ഇങ്ങനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് ഏറ്റവും വലിയ ളുൽമാകുന്നു. പശ്ചാത്തപിക്കാത്ത ആളുകൾക്ക് അല്ലാഹു അത് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നത് ഒരാൾക്കും പുറത്തു കൊടുക്കുകയില്ല. അപ്പോൾ ശിർക്ക് ചെയ്താൽ അവർ തൗബ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ള തിന്മകൾ അവൻ ഉദ്ദേശിക്കുന്നവർക്കൊരു പക്ഷേ അവർ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പോലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. എന്നാൽ ശിർക്ക് പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ ആ ശിർക്ക് പോലും ഒരാൾ തൗബ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്ക് ചെയ്യുന്ന തൻ്റെ ജനതയോട് പറഞ്ഞത്, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടൂ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാകുന്നു. സകല അംബിയാക്കളും അവരുടെ സമൂഹത്തോട് പറഞ്ഞത് എന്താണ് എന്ന് സൂറത്തുൽ ഇബ്രാഹിമിലെ 10 ആയത്തിൽ കാണാം. ഖാലതു റുസുലുഹും അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ് യദ്ഊകും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും. അവരുടെ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു,
ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ടതില്ല. യദ്ഉക്കും ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയാണ്.